ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഡോമിനുസ് ഫ്ലേവിത്ത്, കണ്ണുനീരിൻ്റെ പള്ളി. കർത്താവ് ജെറുസലേമിനെ നോക്കി കരഞ്ഞ സ്ഥലം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ജെറൂസലേം ജെറൂസലേം, പ്രവാചകരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നിന്നെ ചേർത്ത് നിർത്താൻ ഞാൻ എത്രയോ തവണ ആഗ്രഹിച്ചു, പക്ഷെ നീ വിസമ്മതിച്ചു. നിന്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ല. അതാണ് ജെറുസലേമിനെതിരെയുള്ള കുറ്റമായിട്ട് ആരോപിക്കുന്നത്. പലതവണ അവസരം കിട്ടിയിട്ടും മാനസാന്തരപ്പെടാൻ തയ്യാറാകാതിരുന്ന ജെറുസലേമിനെതിരെ, ഒപ്പം തകർക്കപ്പെടാൻ പോകുന്ന ജെറുസലേം നഗരത്തിനെതിരെ ആണ് ഇവിടുത്തെ പ്രവചനം. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഒലിവുമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ചെരുവിലെ കണ്ണുനീരിൻ്റെ മാതൃകയിൽ 1955 അന്തോണിയോ ബെർലൂസി തീർത്ത അതിമനോഹരമായിട്ടുള്ളൊരു ദേവാലയം പഴയ ഉത്ഖനനങ്ങൾ നടത്തിയപ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ കല്ലറകൾ, ഓസ്വാറികൾ ലഭിച്ചിട്ടുണ്ട്. കൊഹീം ടൈപ്പിലും ആർക്കസോളിയോ ടൈപ്പിലുമുള്ള കബറിടങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബ്രോൺസ് ഏജിൽ നിന്നുള്ള ജബൂസിയരുടെ കല്ലറകൾ വരെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നെന്നും വിശുദ്ധ അന്നപുണ്യവതിയുടെ പേരിലുള്ള ആ ദേവാലയത്തിൻ്റെ അതേ സ്ഥലത്താണ് ഇന്നത്തെ ദേവാലയം പണിതിരിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഇവിടെ മുസ്ലിമുകളുടെ മോസ്കും മദ്രസയുമായിരുന്നു. 1890-കളിലാണ് ഫ്രാൻസിസ്കൻസ് ഈ സ്ഥലം വാങ്ങുന്നതും പിന്നീട് ഉത്ഖനനം നടത്തുന്നതും ദേവാലയം പണിയുന്നതും. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ സമചതുരമായിട്ടുള്ള ദേവാലയത്തിൻ്റെ മുകളിൽ സ്വർണം കൊണ്ടുള്ള മിനാരത്തിൽ ഒലിവ് മലയിലെ രംഗങ്ങളാണ് ചിത്രീകരിക്കുക. അൾത്താരയുടെ ചുവട്ടിൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്ന രംഗമാണ് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ജനൽ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ജനൽ, വിശുദ്ധ കുർബാനയെ അവതരിപ്പിക്കുന്ന ഈ ജനലിലൂടെ നോക്കുമ്പോൾ ജെറുസലേം നഗരത്തെ മുഴുവൻ നേർരേഖയിൽ കാണാം. നേരെ ഗോൾഡൻ ഡോം, ഓമറിൻ്റെ മോസ്ക്, ജെറുസലേം ദേവാലയം നിന്നിരുന്ന സ്ഥലം, അതിൻ്റെ പിന്നിലെ കബറിടപ്പള്ളിയും കാൽവരിയും. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ കർത്താവ് ജെറുസലേമിനെ ഓർത്ത് കരഞ്ഞത് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ഒന്ന് വിലയിരുത്തി നോക്കുക. ദൈവം തരുന്ന അവസരങ്ങളെ ഉപയോഗിക്കാൻ, സ്നേഹത്തോടു കൂടി പ്രത്യുത്തരിക്കാൻ നമുക്കാകുന്നുണ്ടോ? ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഒരു കുറ്റിമരമുണ്ടവിടെ. ഈ മരത്തിൻ്റെ പേര് സ്പീന ക്രിസ്റ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുൾക്കിരീടം ഉണ്ടാക്കിയ ചെടി. ഇതിൻ്റെ മുള്ളുകൾ നേരെ കൂർത്ത് നിൽക്കുന്ന മുള്ളുകളും കൂർത്ത് വളഞ്ഞു നിൽക്കുന്ന മുള്ളുകളുമാണ്. ഇതാണ് മുൾക്കിരീടത്തിന് ഉപയോഗിക്കുന്നത്. മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്ന മുള്ളുകളുള്ള ചെടി. ദൈവത്തെ, അവിടുത്തെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അഗാധമായി സ്നേഹിക്കാൻ, കർത്താവ് തരുന്ന അവസരങ്ങളെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.